ഒരു പൊതിച്ചോറ് വിതരണ കാഴ്ചകളിലേക്ക് പോയാലോ. നമ്മുടെ ഡിവൈഫൈൻ്റെ പൊതിച്ചോറ് ഡ്യൂട്ടി ഇപ്രാവശ്യം നമ്മുടെ ഏരിയയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ പൊതിച്ചോറുകളായിട്ട് അവിടെ വരാന്തയിൽ നിൽക്കുന്ന കുറച്ച് മുഖങ്ങൾ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതല്ലാതെ അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് മുഖങ്ങളും കൂടി ഉണ്ടെന്നേ. അവരുടെ വീട്ടുകാർ ആ മുഖങ്ങളൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തൊട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ. ഞാൻ എന്തായാലും ഇല്ല ഈ കൂട്ടത്തിൽ. ഞാൻ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ അല്ലറ ചില്ലറ പാത്രങ്ങൾ എടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ചെയ്യുന്നത്. കാരണം ഇതിലൊക്കെ കൈകടത്തി ഇതൊക്കെ കുളമാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ മാറി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ സാമ്പാറും ക്യാബേജും അച്ചാറും കൂടിയിട്ടാണ് ഇന്നൊരു പൊതി തയ്യാറാക്കുന്നത്. അങ്ങനെ 300 പൊതികളാണ് നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മളിന്ന് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പല ഏരിയകളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും പാക്ക് ചെയ്ത് ഓരോരുത്തരുടെ കൈകളിലും എത്തിക്കഴിയുമ്പോഴാണ് ഇവരുടെ ഡ്യൂട്ടി ഇന്നത്തെ അവസാനിക്കുക. ഒരു ദിവസം ഫുള്ളാണ് ഈ പിള്ളേർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് കേട്ടോ. അവരെടുക്കുന്ന എഫേർട്ട് ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവർ മാത്രമല്ല, അവരുടെ വീട്ടുകാരും അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പൊതിച്ചോറ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ വിശക്കുന്ന അർഹതപ്പെട്ട കൈകളിലേക്ക് ഈ ഓരോ പൊതിച്ചോറും എത്തുമ്പോഴാണ് നമ്മളെടുക്കുന്ന ആ എഫേർട്ടിന് ഒരു എന്താ പറയുക ഫലം കിട്ടണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞു വയ്ക്കുന്ന ഈ പൊതിച്ചോറിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഈ രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഇന്ന് തീർന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.